അതായത് ഈ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുന്നേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP സ്ഥാനം ഏറ്റു എന്നുള്ളത് കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം സംസാരത്തിൽ സാധാരണ പറയാറുള്ളത് പോലെ തന്നെ ആണും പെണ്ണും കെട്ട ശിഖണ്ഡി രീതിയിലുള്ള പ്രചരണങ്ങൾ എന്ന് പറയുന്നത് പോലെ ഒരു പ്രചരണം നടത്തി. ഇതെല്ലാവരും ചെയ്യുന്നതാണ്. അമിത്ഷാ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരും ഇത് ചെയ്യുന്നതിനാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് എന്തോന്നു VD സതീശൻ്റെ ഒരു ഫോട്ടോ കണ്ടു റോഡിൽ, പേടിച്ചെന്ന് പറഞ്ഞേക്ക്. അതൊക്കെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൻ്റെ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ, കോർപ്പറേഷനിലുള്ളവരും, നിയമപാലകരെല്ലാം കിഴങ്ങന്മാരാണ്. എല്ലാം പാർട്ടിക്കനുസരിച്ച് ചെരുപ്പ് നിൽക്കി കാല് നിൽക്കി നടക്കുന്നവരാണ്. അതിപ്പോൾ പോലീസ് ആയാലും IAS ആയാലും IPS ആയാലും എല്ലാം തേങ്ങ ഇതുപോലെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെല്ലാം അടിമകളാണ്. അവരെ കൺട്രോൾ ചെയ്യുന്നത് തന്നെ ഇവരാണ്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല. മൊത്തം കിഴങ്ങന്മാരാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു സംഭവം പറയുന്നു. അങ്ങനെ ചെയ്യുന്നതൊക്കെ യഥാർത്ഥത്തിൽ നിയമപ്രകാരം കേസ് ഫയൽ ചെയ്യുന്നത്. VD സതീശൻ്റെ പേരിലായാലും പിണറായി വിജയൻ്റെ പേരിലായാലും എല്ലാവരുടെ പേരിൽ എന്തായാലും പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാന പോയിന്റ് പറയാം. ഇത് യഥാർത്ഥത്തിൽ അമിത്ഷായുടെ പേരിൽ കേസുണ്ട്, അല്ലെങ്കിൽ കേസുണ്ടായിരുന്നു. പിന്നീട് 2010 അറസ്റ്റ് ചെയ്യുകയും 2014 വരെ ഏതാണ്ട് ജയിലിലൊക്കെ കിടന്നായിട്ടാണ് പറയുന്നത്. പിന്നെ ഗുജറാത്തിൽ കാലുകുത്തി പോരുന്നുള്ളതാണ്, വിലക്കായിരുന്നു. അത്രയ്ക്ക് വലിയ ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്നു. പിന്നെ അതങ്ങനെ തേഞ്ഞുമാഞ്ഞ് പോയെന്നുള്ളതാണ്. അപ്പോൾ തേഞ്ഞുമാഞ്ഞ് പോവുക എന്നുള്ളത് അതൊരു രീതിയാണ്. ഇവിടെ നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വരുമ്പോൾ കുറേ അക്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭരണം വരുമ്പോൾ അവരുടേതായിട്ടുള്ള പോലീസുകാരെ കൊണ്ടുവന്ന് സ്റ്റേഷനിലിരുത്തും, അവരുടേതായിട്ടുള്ള ജോലിക്കാരെ കൊണ്ടുവന്ന് ഓഫീസുകളിലിരുത്തും. എന്നിട്ട് അവരുടെ ഫയലുകളെല്ലാം മുക്കും, താക്കും, കീറിക്കളയും, കേസ് വെറുതെ വിടും. ഇതേ സംഭവം തന്നെയാണ് BJP ചെയ്യുന്നത്. അമിത്ഷായ്ക്ക് ചെയ്തിട്ടുള്ളത്. മോദിയുടെ പേരിലുള്ള കേസുകൾ പോയിട്ടുള്ളത്. അമിത്ഷായുടെ മോൻ്റെ പേരിലും കേസുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. CAB, അതായത് സിറ്റിസൺ അമെൻമെൻറ്റ് ബില്ല് എന്ന് പറയുന്ന സംഭവം നടന്ന സമയത്ത് നമ്മളെല്ലാവരും ഇവിടെ ഇന്ത്യയിലുള്ള എല്ലാവരും വയലൻസ് ആയിട്ട് നടക്കുന്ന സമയത്ത്, അവർക്കെതിരെ സംസാരിക്കുന്ന സമയത്ത് അമിത്ഷായുടെ മകൻ്റെ പേരിലൊരു കേസുണ്ടായിരുന്നുവെന്നും ആ കേസിൻ്റെ വിധി വരുന്ന സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നതെന്നും ആ സമയത്ത് കേസിൻ്റെ വിധി പറയാനായിരുന്ന ജഡ്ജി മരിച്ചുപോയി പെട്ടെന്ന്. മനസ്സിലായില്ലേ? ഇങ്ങനെ നിരവധി കേസുകൾ. ഗുജറാത്തിലെ കലാപത്തിൻ്റെ പേരിൽ, നരേന്ദ്രമോദിയുടെ പേരിൽ തീവ്രവാദ കേസുണ്ടായിരുന്നു. അമേരിക്കയിൽ കാലുകുത്തി പിടിച്ച് അകത്താക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അമേരിക്കയിലുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു, സ്നേഹപ്രകടനം കാണിക്കും. അപ്പോൾ ഇങ്ങനെ നിരവധി പേരിൽ എല്ലാവരുടെ പേരിലും കേസുകളുണ്ട്. ആരും യോഗ്യന്മാരല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സ്വർണ്ണം കെട്ടവൻ ആരിപ്പോൾ മന്ത്രിമാർ 2 പേരുണ്ട്, അവരുടെ പേരിൽ കേസുണ്ട്. അവരെ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കേസിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് അന്വേഷിക്കും. എല്ലാവരുടെ പേരിലും കേസുണ്ടല്ലോ. നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയും വലിപ്പിക്കുകയും ചെയ്ത് പാവപ്പെട്ട ജനങ്ങളെ നെഞ്ചിൽ വെച്ചില്ലേ? BJPക്കായാലും കമ്മ്യൂണിസ്റ്റിനായാലും കോൺഗ്രസിനായാലും എല്ലാവരുടെ പേരിലും കേസുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ വലിപ്പിക്കപ്പെടാതിരിക്കുക, പുതിയ പ്രസ്ഥാനത്തിന് അവസരം കൊടുക്കുക. BJPയും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒന്നും